നമസ്കാരം. തൃണമൂൽ കോൺഗ്രസിന്റെ 1.5 പതിറ്റാണ്ട് നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ച് പശ്ചിമ ബംഗാളിൽ ആദ്യ BJP സർക്കാർ അധികാരമേൽക്കാനൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിസഭാ അംഗങ്ങളെയും നിശ്ചയിക്കാനുള്ള നിർണായകമായ BJP നിയമസഭാ കക്ഷിയോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കൊൽക്കത്തയിൽ ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ മാജി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടക്കുക. നന്ദിഗ്രാമിലും ഭവാനിപ്പൂരിലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ സുവേന്ദു അധികാരി തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. ബംഗാളിലെ ആദ്യ BJP മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്കും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. RSS പശ്ചാത്തലമുള്ളവർക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ സജീവമായവർക്കും മുൻഗണന നൽകണമെന്ന് RSS നേതൃത്വം BJPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേവലം രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ആശയപരമായ അടിത്തറയുള്ള ഒരു ഭരണ സംവിധാനമാണ് ബംഗാളിൽ BJP ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ആർജിക്കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാവ് രത്ന ദേബ്നാഥ്, ഭാരത സേവാശ്രമ സംഘത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഉത്പൽ മഹാരാജ് എന്നിവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കാതെ രാജിവെക്കാൻ വിസമ്മതിച്ച മമതാ ബാനർജിയുടെ അസാധാരണ നടപടിക്ക് ഗവർണർ RN രവി അന്ത്യം കുറിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ 172(2) അനുച്ഛേദം അനുസരിച്ചുള്ള അധികാരം ഉപയോഗിച്ച് ഗവർണർ ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. മെയ് 7-ാം തീയതി മുതൽ പ്രാബല്യത്തോടെയാണ് നടപടി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്നും താൻ തോറ്റിട്ടില്ലെന്നും അവകാശപ്പെട്ട മമത സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വോട്ടെണ്ണൽ പൂർത്തിയായി പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതോടെ മമതയുടെ വാദങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് വിദഗ്ധ പക്ഷം. ബംഗാൾ മന്ത്രിസഭയിൽ ഒരു വനിതാ ഉപമുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാനിക്തല MLA താപശ്രയെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ എന്നിവർക്ക് പ്രധാന വകുപ്പുകൾ നൽകും. നിസിത് പ്രമാണിക്, അർജുൻ സിംഗ്, രൂപ ഗാംഗുലി തുടങ്ങിയ മുതിർന്ന നേതാക്കളും മന്ത്രിസഭയുടെ മുൻനിരയിലുണ്ടാകും. പ്രാദേശിക പ്രാധാന്യവും ജാതി സമവാക്യങ്ങളും പരിഗണിച്ചാകും അമിത് ഷാ അന്തിമ പട്ടിക തയ്യാറാക്കുക. ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനും തൃണമൂലിന്റെ ആധിപത്യത്തിനും ശേഷം ഒരു ദേശീയ പാർട്ടി ബംഗാളിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ചരിത്രത്തിലാദ്യമായാണ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്നാണ് വിവരം. തൃണമൂൽ ഭരണകാലത്തെ അഴിമതികളും അക്രമങ്ങളും അവസാനിപ്പിച്ച് സമാധാനവും വികസനവും കൊണ്ടുവരുമെന്നാണ് BJPയുടെ വാഗ്ദാനം. തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് കോടതിയിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടിക്കുള്ളിലെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നത് മമതയ്ക്ക് വലിയ വെല്ലുവിളി തന്നെ. BJPയുടെ ഉജ്ജ്വല വിജയം ബംഗാളിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ ഘടന മാറ്റിമറിച്ചിരിക്കുകയാണ്. BJP സർക്കാർ രൂപീകരിക്കുന്നതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ ഭരണപക്ഷത്തേക്ക് ചേക്കേറാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറാകാതെ ഗവർണറോട് ഏറ്റുമുട്ടുന്നത്. താൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും വോട്ടുകൊള്ള നടന്നുവെന്നുമാണ് മമതയുടെ വാദം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയ ഫലം നിലവിൽ വന്നതോടെ ഗവർണർക്ക് പുതിയ സർക്കാരിനെ ക്ഷണിക്കാൻ അധികാരമുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗവർണറുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുള്ള സഭ പിരിച്ചുവിടൽ മമതയുടെ എല്ലാ തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. ഭരണത്തിലേറിയാൽ ഉടൻ തൃണമൂൽ സർക്കാരിന്റെ കാലത്തെ അഴിമതികളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് BJP സൂചന നൽകിയിട്ടുണ്ട്. ഇത് മമതയ്ക്കും സംഘത്തിനും വലിയ തലവേദനയാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന പല നേതാക്കളും BJP അധികാരത്തിൽ വരുന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലായേക്കും. ക്ലീൻ ഗവേണൻസ് എന്ന വാഗ്ദാനവുമായാണ് BJP ഭരണത്തിലേക്ക് ചുവടുവെക്കുന്നത്.